ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇത് നമ്മൾ അന്ന് വാങ്ങിച്ച ലെമൺ ഗ്രാസ് ആണ്. അതിട്ട് ഇന്ന് ചായ ഉണ്ടാക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഈ ഇല ഇതിങ്ങനെ കെട്ടിങ്ങനെ മാർക്കറ്റിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇത് ചായക്കകത്ത് ഇടുമെന്നുള്ളത് ഞാൻ അന്നാണ് കാണുന്നത്. അന്ന് ഞങ്ങൾ റീച്ചാനും ഞാനിവിടെ പോയപ്പോൾ, പക്ഷേ റീച്ചാനും നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ ഇവിടങ്ങളിലുള്ളവരൊക്കെ ഈ പല്ല് തേക്കാൻ ഒരു സൈസ് കമ്പ് ഉപയോഗിക്കാറുണ്ട്. ഞാൻ ചിന്തിച്ച് ഇതും അങ്ങനെയുള്ള എന്തോത്തിനേലും ആയിരിക്കുമെന്ന്. അപ്പം ആ പുള്ളിക്കാരൻ ചെയ്തതുപോലാണ് ഞാൻ ഈ ചെയ്തത്. പക്ഷേ ഇത് എടുക്കാൻ നമ്മൾ ചായയൊക്കെ ഇടാൻ എടുക്കാൻ നേരം ഒരിത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ അർബനിയിൽ നിന്ന് ഇവിടെ ഈ ക്ലീനിങ്ങിന് കൊച്ചിനെ വിളിച്ചോണ്ട് ഞാനിങ്ങനെ അവളുമായിട്ട് ഞാൻ ഒത്തിരി അങ്ങ് പരിചയമായി. അവളൊരു 5-6 പ്രാവശ്യം ഇപ്പോൾ ഇവിടെ വന്ന് നല്ലൊരു കൊച്ചാണ്. അപ്പോൾ അവിടുത്തെ ഇങ്ങനെ ചോദിച്ചടി നിങ്ങളിങ്ങനെ ഇത് കുടിക്കാറുണ്ടോ? അന്നേരം അവൾ പറഞ്ഞു, മാഡം എനിക്കിഷ്ടം, എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമല്ല ഇത്, നമ്മളിത് എടുക്കാൻ പാടാൻ ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം അവരൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത് കൊണ്ടുവന്നിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇച്ചിരി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കുമെന്ന് പറയുന്നു. അവൾ പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു ഉണക്കണോ? ഞാൻ പറഞ്ഞു ഉണക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് അങ്ങ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ മതി, അന്നേരം നമുക്ക് ഇടാൻ എളുപ്പമെന്ന്. പക്ഷേ എനിക്ക് ആ കട്ട് ചെയ്ത് വെക്കുന്നതിനേക്കായി ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മളിങ്ങനെ ഇടിക്കുമ്പോഴാണ് അതിൻ്റെ ആ സത്തൊക്കെ ഇറങ്ങി ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ ആ മുറിച്ചിട്ട് അങ്ങനെ ഇടുമ്പം ഇടിച്ചിടുവാണെങ്കിൽ കുഴപ്പമില്ല, ഇടിക്കാതെ അങ്ങനെ ഇട്ടാൽ അതിൻ്റെ അത്രയും അങ്ങോട്ട് മണം അങ്ങോട്ട് നമുക്ക് കിട്ടാറില്ല. എന്താണേലും എനിക്കിഷ്ടപ്പെട്ടു. അത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. കാരണം നമ്മളിലെ നാട്ടിൽ നിന്നൊക്കെ വന്ന സമയത്ത് ഈ മല്ലിയില നമുക്ക് പിടിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇത് ചിലർക്കൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ഇവിടെ ഈ ചായക്കടയിൽ ഇവിടുത്തെ ഈ വെളിയിലൊക്കെ ഉണ്ടാക്കുന്ന ചായ അതൊരു പ്രത്യേക ചായയാണ്. അതിൻ്റെ അകത്ത് ഏലക്കയും ഇഞ്ചിയും ഇതൊക്കെ ഇട്ട് ഒരു ചായയാണ് കിട്ടുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. നമ്മളതൊന്നും അങ്ങനെ ഇടാറില്ലല്ലോ, അതുകൊണ്ട് ചിലർക്കത് പിടിക്കാറില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസത്തെ വീഡിയോ ആണ്. ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി ഇതിൻ്റെ അകത്തുണ്ട്. അന്നേരം സൂസ ഇന്നലെ കമൻറ്റിൽ പറയുമായിരുന്നു, ചേച്ചി പറഞ്ഞില്ലേ ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ അകത്ത് ഇങ്ങനെ നടുക്ക് പിടിച്ച് ചായ കുടിച്ചപ്പോൾ അതിങ്ങനെ ഓവർഫ്ലോ ആയെന്ന്. അത് അവൾ ഇമാജിൻ ചെയ്ത് ഇങ്ങനെ നോക്കി. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചിക്ക് രണ്ടാമത് പിന്നെയും റയിച്ചാൻ ചായ വാങ്ങിച്ചു തന്നത്. എനിക്ക് അന്നേരം ചായയും കുടിക്കേണ്ട ഒന്നും കുടിക്കേണ്ടായിരുന്നു. ഇല്ല ചൂട് വെള്ളം അങ്ങോട്ട് നല്ല ചൂട് ചായ അല്ലായിരുന്നു, അങ്ങോട്ട് വീണപ്പോൾ ഉള്ള ആ ഒരു അതിൻ്റെ കൂടെ ചൂടും ഒരു വല്ലാത്ത പോച്ച എങ്ങനെയും ഇങ്ങ് വന്നാൽ മതിയെന്നായിരുന്നു. റയിച്ചാനും അങ്ങ് പേടിച്ചു പോയി. പിന്നെ പെട്ടെന്ന് ഞങ്ങളിങ്ങ് പോരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ പ്രൈസ് ഇവിടെ കിടപ്പുണ്ടേ. അപ്പോൾ പ്രൈസ് എൻ്റെ അടുത്ത് ചോദിച്ചു, മമ്മി അന്നേരം കരഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോടാ, ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാനങ്ങനെ. അവനിപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുമോ ഞാനീ പറയുന്നത്, ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എങ്ങനെയാണ് കരയുന്നത്. അവൻ പറഞ്ഞു, മമ്മി അങ്ങനെ പറയാതിരി, മമ്മി താണ്ട് ഇങ്ങനെ പറഞ്ഞാണ്. അയ്യോ അയ്യോ ഇല്ല ചൈനീസുകാരുടെ കൂട്ട് കണ്ണൊക്കെ എങ്ങനെയാ കണ്ണ് ചെറുതാക്കിയിട്ട് മമ്മി കരഞ്ഞാണ്. ഞാൻ പറഞ്ഞു, ആരാന്നേലും ദേഹത്ത് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ വീണ അങ്ങനെ സംഭവിക്കത്തില്ലേ? മമ്മിയുടെ കണ്ണീന്ന് കണ്ണുനീര് വന്നില്ലെങ്കിലും മമ്മി അങ്ങനെ കാണിച്ചു കാണുമെന്ന്. ഈ പിള്ളേരുടെ കാര്യമേ. അപ്പം ഇപ്പം നമുക്കിവിടെ ഇങ്ങനെ മാർക്കറ്റിലൊക്കെ അങ്ങനെ ചെന്ന് നോക്കിയാൽ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഓൺലൈനിൽ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. എത്രയ്ക്കാന്നേലും ചിക്കനൊക്കെ കഴിച്ചാലും പിള്ളേർക്ക് ചിക്കനൊക്കെ ഇഷ്ടമാണ്. എന്നാലും അതിനേക്കായി ഇച്ചിരിയും കൂടെ നമുക്ക് പ്രിയം മീനല്ലേ. എങ്ങനെയാണെങ്കിലും ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കും. കഴിഞ്ഞൊരു ദിവസം ഇതുപോലെ വാങ്ങിച്ചിട്ട് ചില പ്രാവശ്യം കിട്ടുന്നത് നല്ല അടിപൊളിയായിരിക്കും. നമ്മൾ ഫ്രോസണിൽ വെച്ചതാണെന്നേ നമുക്ക് മനസ്സിലാവത്തില്ല. പാസ്തയൊക്കെ ഇവിടെ റെഡിയായി. ഇനി അതെല്ലാവർക്കും ഇനി ഒന്ന് കൊടുക്കട്ടെ. ഞാൻ ഈ കിച്ചണിലെ നോർമൽ സൗണ്ട് ഇടുവാണെങ്കിൽ ഞാൻ ഈ ഗ്യാസൊന്നും ഓൺ അല്ലെങ്കിൽ പിന്നെ എക്സോസും പിന്നെ ഫാനും എല്ലാം ഇടും. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഒരു വല്ലാത്ത സൗണ്ടാണ്. നമുക്ക് നോർമലി എക്സോസിൻ്റെ സൗണ്ടുണ്ട്, ഫാനിൻ്റെ അത്രയും മനസ്സിലാവത്തില്ല. പക്ഷേ വീഡിയോയ്ക്കൂടെ ഫാനിൻ്റെയും ഭയങ്കര സൗണ്ടാണ്. അപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് മീൻ വാങ്ങിച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഈ 4 മീനായിട്ട് ഞാൻ എന്തുവാണോ ഈ വെട്ടുന്നത്, 1/2 കിലോ എന്ന് പറയുന്നത് 1/2 കിലോ പാക്കറ്റാണ് നമ്മൾ വാങ്ങിക്കുന്നത്. 1/2 കിലോ എന്ന് പറയുന്നത് ഈ 4 എണ്ണമാണ്. അപ്പോൾ ഈ നമ്മൾ ഈ മീൻ വെട്ടുമ്പോൾ നമുക്കറിയാം നല്ല ഉരുണ്ട അയലയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള അയലയാണ്. അതേസമയം നല്ല ഫ്ലാറ്റായിട്ട് ഇത്തിരി പതുങ്ങി അങ്ങനെ മാംസം അങ്ങനെ ഇല്ലാതിരിക്കുന്നതാണെങ്കിൽ അതിന് ടേസ്റ്റ് കാണത്തില്ല. ഇതിൽ പക്ഷേ ഒരെണ്ണം അങ്ങനെയുള്ള ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അവർ മിക്സിങ് കയറ്റുന്നതാണ്.
അപ്പം ഞാനിനി മീൻ കറിയും കൂടെ ഒന്ന് വെക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ലേ, മീൻ കറി വെച്ചാൽ അപ്പച്ചൻ ചിലപ്പോഴെങ്ങാനേ കഴിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യുന്നോ അങ്ങനെ പിന്നെ വറക്കാനും ഈ 4 എണ്ണത്തിൽ നിന്ന് വറക്കാനും കറി വെക്കാനും കൂടെ എടുത്താൽ മസാലയൊക്കെ ഇട്ട് കറി വെക്കുമ്പം നമുക്ക് അങ്ങോട്ട് മനസ്സിലാവത്തില്ലല്ലേ. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യുന്നോ കറി വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് ഇവർക്ക് 3 പേർക്ക് കൂടെ വറുത്ത് കൊടുക്കും. കറി വെച്ച മീനെടുത്ത് വറുത്ത് കൊടുക്കും. അപ്പം മീനൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. പിന്നെ കാബേജും ക്യാരറ്റും, ഇച്ചിരി ക്യാരറ്റാണ് ഇതിൽ കൂടുതലും. ക്യാരറ്റ് മാത്രം വെച്ചാൽ ഇവിടെ റീച്ചാൽ അങ്ങോട്ട് ഇഷ്ടമല്ല. കാരണം ഈ ക്യാരറ്റ് മാത്രമാകുമ്പോൾ ഒരു സ്വല്പം മധുരം പോലെ ഉണ്ടല്ലേ, അതൊന്നും അങ്ങനെ ഒരു ഇച്ചിരിയേലും മധുരം ഉള്ളത് ആൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് കാബേജ് കൂടെ അങ്ങ് മിക്സ് ചെയ്തു, അത് തോരൻ വെക്കാമെന്ന് വെച്ച്. എന്നും എന്താ തോരൻ വെക്കുന്നത്? കാബേജ്, ബീൻസ്, പയർ ഇങ്ങനെ റൊട്ടേറ്റാണ് ഇവിടെ. ഇപ്പം നമ്മൾ നാട്ടിലെങ്ങാണെങ്കിൽ ഈ വേലിച്ചീര ഉണ്ടല്ലോ, ചീര, പിന്നെന്തുവാ ചായ മീൻസോ അങ്ങനെ കണ്ടെണ്ണോ ഉണ്ടല്ലേ, എന്തെങ്കിലും പയറോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഇല നമുക്ക് തോരൻ വെക്കാം. എന്തെങ്കിലും ഒന്ന് അവിടെ ഉണ്ടെങ്കിൽ നമുക്കതെടുത്ത് പിച്ച്. പണ്ട് ഞങ്ങൾ ചേമ്പും കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചേമ്പിൻ്റെ താളെടുത്ത് നമ്മൾ പിന്നെ മീൻകറി വെക്കുമായിരുന്നു. പിന്നെ ചേന ഉണ്ട്, അതിൻ്റെ തണ്ടുണ്ടല്ലോ, ചേനയുടെ തണ്ട്, ആ തണ്ടെടുത്ത് തോരൻ വെച്ചിട്ടുണ്ട്. അത് ചേനയുടെ തണ്ടൊക്കെ അത് ഇപ്പോഴുള്ളവരൊന്നും വെക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അമ്മ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് അരിഞ്ഞിട്ട് അത് മൊത്തം വെള്ളമല്ലേ, നന്നായി പിഴിയണം. പിഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ് അത് തോരൻ വെച്ചാൽ, ചേനത്തണ്ട് തോരൻ. അതിൻ്റെയൊക്കെ ഗുണങ്ങൾ അന്നത്തെ കാലത്ത് അതാണ്. നമുക്കൊന്നും അങ്ങനെ നമുക്ക് ഇച്ചിരി എന്താ പറയണത്, ഗുണങ്ങൾ കിട്ടുമായിരുന്നു ശരീരത്ത്. ഒന്ന് നമ്മുടെ അയ്യത്ത് തന്നെ ഉള്ളതല്ലേ, വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ കെമിക്കലും ഇതൊന്നും അടിച്ച് കയറ്റുന്നതല്ലല്ലേ. ചേനത്തണ്ട് അതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ചേമ്പന്താൾ കൂടുതലും ഉണക്കമീൻ്റെ അകത്തൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം അതൊക്കെ ഇരുന്ന് ഓർക്കാം. അപ്പം ഞാനിങ്ങനെ അടുക്കളയിൽ നിന്നുകൊണ്ടേ ഭയങ്കരമായിട്ട് കാക്കകൾ കരയുന്നു. അപ്പം ഞാൻ നോക്കിയുണ്ടേ ഉണ്ടല്ലേ, ഇപ്പം ഇവിടെ ഈ ബാമ്പു ഇതൊന്നും കെട്ടിയിട്ടില്ല, ഇതിനെ ഈ കഴകളെല്ലാം ഇടത്ത് മാറ്റിയതല്ലേ, എന്നാലും ഒരു കുരങ്ങൻ കുഞ്ഞ്. പക്ഷേ നിങ്ങൾക്ക് കാണുന്നില്ല, അവിടെ ഞാൻ നോക്കണ ഒരു കുരങ്ങൻ കുഞ്ഞത് അത് എങ്ങനെ കയറിയെന്ന് അറിയത്തില്ല. നോക്കണം, അതിനെയാണ് ഈ കാക്കകളിട്ട് വട്ടം ഇട്ട് പറക്കുന്നത്. എനിക്കാണെങ്കിൽ കണ്ടിട്ട് ചിരിയും വരുന്നു. കാക്കകൾ ഇങ്ങനെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അത് കൈയും കൊണ്ട് ഇങ്ങനെ ഇട്ട് അടിക്കുക. സെയിം മനുഷ്യർ കാണിക്കുന്ന പോലെയാണ് അത് കാണിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം ഈ പിള്ളേരെ വിളിച്ച് കാണിച്ച് നിന്ന് നോക്കിയൊണ്ണേ, അത് മേളി 4th ഫ്ലോറിലായിരുന്നു, ആ ഗ്രില്ലിലായിരുന്നു, അവിടെ ബാൽക്കണിയിലായിരുന്നു നിന്നത്. അത് ഞാന്ന് 1st ഫ്ലോറിൻ്റെ ഗ്രില്ല് വരെ വന്ന്, എന്നിട്ട് ഇതിലേ ഇറങ്ങി ഓടിപ്പോയെന്ന് എനിക്കറിയത്തില്ല. അത് ഏത് കഴയെക്കൂടെ കയറിയെന്നും എനിക്കറിയത്തില്ല. നേരത്തെ ബിൽഡിങ്ങിൻ്റെ പണി എളുപ്പം കഴയുണ്ടായിരുന്നു, അതിൻ്റെ അകത്തൂടെ കയറുന്നത്. അതിൽ പിന്നെ ഞാനിപ്പം ഈ കഴകൾ മാറ്റിയ പിന്നെ ഞാൻ ജനലങ്ങ് തുറന്നിടുമായിരുന്നു, ഇതിനെ പേടിയില്ലായിരുന്നല്ലേ. പക്ഷേ ഇത് കണ്ട ഉടനെ ഞാൻ വീണ്ടും വന്ന് ജനലടച്ച്. എപ്പോഴേലും കയറി വന്നാൽ പിന്നെ ഇനി അത് മതി. അന്നേരം അത്രയും വീഡിയോ ഒരു ദിവസത്തെയായിരുന്നു. ഈ കാണിക്കുന്നത് പിറ്റേ ദിവസത്തെയാണ്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞില്ല, ഇപ്രാവശ്യം ഞങ്ങൾ ബീഫ് വാങ്ങിച്ചത് പുതിയൊരിടത്തു നിന്നാണ്. ഇപ്പോൾ നല്ല സൂപ്പർ ബീഫായിരുന്നു എന്നുള്ളത്. അതാണ് ഞാനിപ്പം അച്ചാറിട്ടേക്കുന്നത്. എൻ്റെ ഈ കിഴുത്തപ്പാത്രം കണ്ടോ യെല്ലോ ആയിട്ടിരിക്കുന്നത്, അതെന്തോ ഇതെന്നോ, ഞാൻ കുറച്ച് നാളിന് മുമ്പിട്ട് ഇത്തിരി അയലയുണ്ടല്ലേ, ഇവർക്ക് ഒരു പുതിയ രീതിയിൽ, അതിപ്പോഴൊന്നും അല്ല, അയല പുഴുങ്ങിയിട്ട് ഞാൻ സ്റ്റീം കയറ്റി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് മുഴുവനായിട്ട് അതൊന്ന് സ്റ്റീം കയറ്റിയിട്ട് അതിൻ്റെ അകത്തൊന്ന് അതിൻ്റെ ഫ്ലഷ് മാംസം എല്ലാം ഇങ്ങനെ എടുത്തിട്ട് തോരൻ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ആ മഞ്ഞൾ അന്നങ്ങനെ പോയിട്ട് കഴുകിയിട്ടൊന്നും അങ്ങനെ അങ്ങോട്ട് പോന്നേയില്ല. കുറേ ഇട്ട് ഞാൻ ഉരച്ചെന്നുള്ളേ, അത് പോയില്ല. അതാണ് ആ മഞ്ഞ കളറ്. അപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പം നമ്മൾ എന്തെങ്കിലും മസാലയൊക്കെ പുരട്ടി ഇപ്പം ഇങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ, ഇപ്പം സപ്പോസ് ബീഫോ എന്തെങ്കിലും ഞാൻ മസാല പുരട്ടി അത് വെക്കുവാണെങ്കിൽ ഇങ്ങനെ പിന്നെ മഞ്ഞ കളർ വരും. അന്നേരം ഈ ബീഫ് ഇതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി കുക്കർ ആദ്യം ഒന്ന് വേവിക്കും. ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പും കുരുമുളകും ഇട്ടിട്ട് അതൊന്നൊരു 3-4, ഇതാണെങ്കിൽ ഒരു 3-4 വിസിലടിച്ചപ്പോഴത്തേക്കിന് നല്ലതുപോലെ വെന്ത്. സാധാരണ ഇത് ഞാനൊരു കാര്യം കാണിക്കാമേ, കണ്ടോ, ഞാൻ ജനൽ അടച്ചിട്ടേക്കുക. കള്ളി എന്ന് വെച്ചാൽ മുത് കള്ളിയായി. ഇത് ഞാൻ തുറന്നെങ്ങാനും ഇടുകയാണെങ്കിൽ ഇങ്ങനെ അകത്തിങ്ങ് കയറും. അപ്പം ഞാനിതൊന്ന് വേവിക്കാൻ വെക്കട്ടെ. ഞാൻ പറഞ്ഞാൽ ഇപ്പോഴാണ് വെച്ചാൽ ഞാൻ അച്ചാറിടുന്നതിന് മുമ്പിട്ട് ബീഫ് ഇത് വെച്ചായിരുന്നു. അപ്പം ഞാൻ എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാകും. ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചെടുത്തു എന്നായിരുന്നു. പക്ഷെ നല്ല സൂപ്പറാണ് കേട്ടോ. മറ്റേതിൻ്റെ അത്രയും ഇതിൽ വെള്ളം ഉണ്ട് എങ്കിലും മറ്റേതിനേക്കാൾ ആ മാംസം അങ്ങോട്ട് ഒത്തിരി ചുരുങ്ങിയിട്ടില്ല.
അപ്പോൾ ഞാൻ കുക്കറിൽ അത് വേവിക്കുന്ന നേരം കൊണ്ട് ഞാനിവിടെ ഉരുളി വെച്ച് ഇച്ചിരി ഓയിലൊഴിച്ച് ഇച്ചിരി പെരിഞ്ചീരകം ഇട്ട് ഇത്തിരി കറിവേപ്പില ഇട്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇവിടെ വിറക് വലിപ്പത്തിലുള്ള 2 കഷണം ഇഞ്ചി, ഒരിച്ചിരി പേസ്റ്റും ഉണ്ടായിരുന്നു അവിടെ, ഞാൻ ഇന്ന് എടുത്തല്ല, അത് തുടങ്ങിയിട്ട് 2 കിലോ ബീഫാ, ഒരു 7 സവാള. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ലെന്ന് തോന്നുന്നു. വിരലിൻ്റെ വലിപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി എന്നാണ് ഞാൻ പറഞ്ഞതേ. ഇച്ചിരി ഉപ്പിട്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അയ്യോ, ആദ്യം തേങ്ങ വഴറ്റാൻ മറന്നുപോയി. തേങ്ങ പിന്നെ കടുക് വറക്കാൻ നേരം എന്നാൽ വഴറ്റി ചേർക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാമേ. ഇതിലേക്ക് മീഡിയം സൈസിലെ 2 ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇച്ചിരി ഒന്ന് വാടി വന്നാണ് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്, അതൊരു 2.5 ടേബിൾ സ്പൂണേ. കുരുമുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ ഇട്ടാണ് നമ്മൾ വേവിച്ചത്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടിയും. ഗരം മസാല ഞാൻ 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഗരം മസാലയുടെയോ കുരുമുളകിൻ്റെയോ പിന്നെ കുറവായിട്ടുണ്ടെങ്കിൽ കടുക് വറുക്കുന്ന സമയത്തെങ്ങാനും ചേർക്കാമേ. അപ്പോൾ ഈ ബീഫിനും ചിക്കനൊക്കെ ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ഇത്തിരി കൂടുതൽ ചേർക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നിടം വരെ ഇതൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്നിങ്ങനെ ഇതെല്ലാം മസാലയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ ഇപ്പം നാടെ മസാല എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ട്. നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെ വെച്ച, പക്ഷേ അതിൻ്റെ അകത്ത് വെള്ളമുണ്ട്, അതോടുകൂടി ഇതിലോട്ട് ഒഴിക്കാം. ഇവിടെ എനിക്കും റേച്ചാനും ബീഫാണ് ഇഷ്ടം. പിള്ളേർക്ക് നേരെ തിരിച്ചാണ് ചിക്കനാണ് ഇഷ്ടം. പക്ഷേ ഈ ബീഫ് പോൾമോൻ നന്നായി ഇഷ്ടപ്പെട്ട്. റീസൻ്റെ പല്ല് ചിലടത്ത് ഇച്ചിരി വിടവുള്ളത് കൊണ്ട് അത് പല്ല് കയറും, അതവനൊട്ടും ഇഷ്ടമല്ല. ഇത് നന്നായി കുറച്ച് നേരം കിടന്ന് തിളക്കട്ടെ. ഇനി തീ ഓഫാക്കിയിട്ടേ കടുക് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തിരുന്ന് കുറേയും കൂടെ അങ്ങ് വറ്റിക്കോളും. അന്നേരം ഞാൻ കടുക് വറുക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ആദ്യം തേങ്ങാക്കൊത്ത് ഇടാൻ മറന്നുപോയെന്ന്. ഇപ്പം ഞാൻ തേങ്ങാക്കൊത്ത് ഇപ്പോൾ ഒന്ന് വറുത്തിട്ട് ഇതിൻ്റെ അകത്ത് എടുത്തിടുന്നുണ്ട്. അല്ല എങ്കിൽ നിങ്ങൾ ആദ്യം തേങ്ങാക്കൊത്ത് ഉരുളി വെച്ച് നമ്മുടെ കടുകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട്, കടുകും പൊട്ട് നമ്മൾ പെരിഞ്ചീരകം ഇട്ട് കഴിഞ്ഞല്ലേ, അത് കഴിഞ്ഞ് തേങ്ങാക്കൊത്ത് ഇടണം. അതൊന്ന് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിയുമ്പം സവാള ഇട്ട് വഴറ്റിയാൽ മതി. ഞാനത് മറന്നു പോയത് കൊണ്ട് ഞാൻ ഇപ്പോഴും ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഇതിനേക്കായൊക്കെ എടുക്കുകയാണെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റാണ്. 2 കിലോയ്ക്ക് ഇതൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച്, ഇതൊരു അരമുറി തേങ്ങയാണ്, അത് ഞാനൊന്ന് മൂപ്പിച്ച് അതിൻ്റെ അകത്ത് എടുത്തങ്ങ് ഇട്ടു. പിന്നെ ബാക്കി ഓയിലിൻ്റെ അകത്ത് കടുകൊക്കെ ഇട്ട്, ഇപ്പം ഞാൻ കടുകും ഇതിന് ബീഫിന് ഇച്ചിരി കൂടുതൽ ചേർക്കുവേ. മീൻസ് 2 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഓരോരുത്തർ, ഇപ്പം ഞാൻ ഇത്രയും കടുക് ചേർക്കുന്നുണ്ട്, നിങ്ങൾ ചേർക്കണമെന്നില്ല. ഇന്നാളി ആരാ പറഞ്ഞത് ബിജി ചേർക്കുന്ന കടുക് കണ്ടാൽ ഞാൻ 2-3 കറിക്ക് ചേർക്കുന്നു. ഞാൻ ബീഫിനൊക്കെ നന്നായി കടുക് ചേർക്കും. അപ്പം ഞാൻ കടുകും പൊട്ടിച്ച് കറിവേപ്പില ഇട്ട്, അപ്പം ഞാൻ ഇത്ര ഇടുന്നതുകൊണ്ട് നിങ്ങൾ എത്രയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ഉപയോഗിച്ചോ കേട്ടോ. ഞാൻ പിന്നെ മെതേഡ് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ സവാളയാണ് ചേർത്തത്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കൊച്ചുള്ളി. അപ്പോൾ ഈ വറക്കുന്നതിൻ്റെ, നമ്മൾ ഈ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് ഇങ്ങനെ കീറിയിട്ട് വറക്കുവാണെങ്കിൽ, കടുക് വറക്കുവാണെങ്കിൽ കുറേയും കൂടെ നല്ല ടേസ്റ്റാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ചീനച്ചട്ടിക്ക് ഈ ഉരുളിക്കകത്ത് ഇരുന്നത് കുറേയും കൂടെ അങ്ങ് കുറുകിക്കോളുന്നു. ഇപ്പം നന്നായിട്ട് അതൊന്ന് അബ്സോർവ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ കടുക് കൂടൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബീഫ് ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.